Hi friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ള ഒരു ചെറിയൊരു കാർ ഉണ്ടാക്കാനായിട്ടാണ്. നമ്മൾ ഇന്ന് കാർ ഉണ്ടാക്കുന്നത് ഒരു എയർ എഞ്ചിൻ വെച്ചുകൊണ്ടാണ്. നമ്മളൊരു എയറിൻ്റെ ഒരു പ്രഷർ മൂലം പോകുന്ന ഒരു കാറാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കണം. ഇനി അടുത്തായിട്ട് ഇതുപോലെ രണ്ട് ഒഴിഞ്ഞ മഷിയില്ലാത്ത പെന്നും അതുപോലെ തന്നെ കുറച്ച് കട്ടി കൂടിയ ഇതുപോലെ ഒരു കാർഡ്ബോർഡും. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് ടയർ ഉണ്ടാക്കാനായിട്ടാണ്. അതിനായിട്ട് ഇതുപോലെ റൗണ്ട് വരച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇതുപോലെ നമുക്ക് 12 പീസാണ് വേണ്ടത്. നമ്മൾ ഒന്ന് കട്ട് ചെയ്തു. അതുപോലെ തന്നെ 12 പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് സെറ്റാക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇതുപോലെ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എയർ എൻജിൻ കാറാണ്. എയറിൻ്റെ ശക്തി കൊണ്ട് പോകുന്ന കാർ. അപ്പോൾ നമ്മൾ ഇതുപോലെ 3 റൗണ്ട് നമ്മൾ കാർഡ്ബോർഡിൻ്റെ റൗണ്ട് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ഇൻസുലേഷൻ ടാപ്പ് ഒന്ന് ചുറ്റി കഴിഞ്ഞാൽ നമ്മുടെ ടയർ അങ്ങ് റെഡിയായി. അപ്പോൾ നമ്മുടെ ടയർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസുലേഷൻ ടാപ്പ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതപ്പോൾ നമ്മുടെ ടയർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും നമ്മുടെ ടയർ. 3 പീസ് വീതം കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഒട്ടിച്ചാൽ മതി. അടുത്തായിട്ട് നമ്മൾ നേരത്തെ പെന്നിൻ്റെയൊക്കെ നമുക്ക് ഇതുപോലെ ആ ഒരു കേസും അതുപോലെ തന്നെ ഒരു ഫില്ലറും മാത്രം മതി നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കേസ് നമുക്ക് ഇതുപോലെ ആ ഒരു കാർഡ്ബോർഡിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിക്ക് വെച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടും ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ടയറൊക്കെ ഒന്ന് കൊണ്ടുവരും. ഇതുപോലെ 4 ടയറാണ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഹോൾ ഇടണം. അതിനായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചുകൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ഹോളാവും. എന്നിട്ട് നമുക്ക് ഹോളിൽ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് അതിലോട്ട് ഈ ഒരു പെന്നിൻ്റെ ഈ ഒരു ഫില്ലർ നമുക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ ഇതുപോലെ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അതുപോലെ 2 എണ്ണമാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ടിലോട്ടൊന്നും ബാക്കിലോട്ടൊന്നും ഇതുപോലെ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മളിത് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ടയർ മറ്റേ ഭാഗത്ത് ഭാഗത്ത് നമുക്ക് ടയർ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് അവിടെ പുറത്തോട്ട് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേസ് കുറച്ച് കട്ട് ചെയ്ത് കളയണം. 4 ഭാഗത്തുനിന്നും കുറച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ പഴയ പോലെ തന്നെ നമ്മളിതൊന്ന് കയറ്റി വെച്ചതിന് ശേഷം ഇപ്പുറത്ത് അതിൻ്റെ എതിർവശത്തും നമുക്ക് ടയർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ കയറ്റി വെച്ചു. എന്നിട്ട് നമുക്ക് നേരത്തെ 2 ടയറും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ഇതുപോലെ ഹോളിൽ നമുക്ക് കുറച്ച് ഗ്ലൂ ആക്കിയതിന് ശേഷം നമുക്ക് അതുപോലെ അങ്ങ് കയറ്റി വെച്ച് കൊടുത്താൽ സെറ്റായിരുന്നോളും. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ഇതുപോലെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റായിക്കോളും. അപ്പോൾ നമ്മൾ ഇതുപോലെ 4ഉം സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 4 ടയറും റെഡി ആയതോട് നമ്മുടെ വണ്ടിയുടെ പണിയും കാറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇതുപോലെ കാർ ഇതുപോലെ പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ എൻജിൻ സെറ്റിംഗ് ആണ് നമുക്ക് വരുന്നത്. എൻജിൻ എന്ന് പറഞ്ഞാൽ നമുക്കിത് മൂവ് ആവാനുള്ള ചെറിയൊരു സിസ്റ്റം. അതായത് നമ്മൾ എയർ എൻജിനാണ്, ഒരു പ്രൊപ്പല്ലർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ്. എന്നിട്ട് ഇതുപോലെ ഗ്ലൂ വെച്ചുകൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ DC മോട്ടറും അതിൻ്റെ ഒരു പ്രൊപ്പല്ലറും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ആ പ്രൊപ്പല്ലർ ആ ഒരു DC മോട്ടറിലോട്ട് നമ്മളങ്ങ് കണക്ട് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു DC മോട്ടർ നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത സ്ഥലത്ത് വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ കറക്കിയിട്ടൊന്ന് നോക്കുക. കാരണം മറ്റ് സൈഡിലൊന്നും ആ ഒരു പ്രൊപ്പല്ലർ എവിടെയും ടച്ച് ആവുന്നൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതിനാണ് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക ഒരു പ്രൊപ്പല്ലർ. ഇപ്പോൾ യാതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. ഇനി അടുത്തായിട്ട് ഇതുപോലെ ഒരു ബാറ്ററി വേണം. 3 വാട്ട്സിൻ്റെ ഒരു ലിഥിയം അയൺ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ 2 വയസ്സും നമ്മൾ ഷോൾഡർ ചെയ്തെടുത്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. 2 വയസ്സ് ഷോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു വണ്ടിയിൽ കാറിൽ നമുക്ക് ഇവിടെ എവിടെയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഈ ഒരു ബാറ്ററി. നമ്മൾ അവിടെ ആയിട്ടൊന്ന് സെറ്റാക്കി ഒട്ടിച്ചതിന് ശേഷം അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഒരു നെഗറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവും അതുപോലെ തന്നെ മോട്ടറിൻ്റെ നെഗറ്റീവും നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലൊരു ഇൻസുലേഷൻ ടാപ്പോ അല്ലെങ്കിൽ സ്റ്റിക്കറോ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്റ്റിക്കർ വെച്ചൊന്ന് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു വയർ നമുക്ക് ആ ഒരു കാർഡ്ബോർഡിൽ ഒട്ടിക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊപ്പല്ലറിലോട്ട് എങ്ങനെയെങ്കിലും ഒരു വയർ ചെന്ന് കഴിഞ്ഞാൽ പ്രൊപ്പല്ലർ പൊട്ടുകയും ചെയ്യും. പ്രൊപ്പല്ലർ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ സ്വിച്ച് എടുത്തു, അതിലൊരു വയർ നമ്മൾ ഷോൾഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു വയർ നമ്മൾ ഇതുപോലെ ഒരു മോട്ടറിൻ്റെ
പോസിറ്റീവ് ലേഡിലോട്ട് നമ്മൾ കണക്ട് ചെയ്തു. അവിടെയും ഒരു സെല്ലോ ടാപ്പോ ഇൻസുലേഷൻ ടാപ്പോ സ്റ്റിക്കറോ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ സെറ്റാക്കി എടുക്കണം. എന്നിട്ട് അതും വയേഴ്സൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിത് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യണം. നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ വയർ നമ്മൾ സ്വിച്ചിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ഷോൾഡർ ചെയ്തും കൂടി എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട്. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ ചെയ്യാൻ വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് വിട്ട് പോകാതെ അവിടെ കറക്റ്റായിട്ട് ഇരുന്നോളും. അതിനാണ് നമ്മൾ ഇതുപോലെ ഷോൾഡർ ചെയ്യാൻ വെച്ചൊന്ന് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ച് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വശത്തായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മുടെ ഈ ഒരു മോട്ടർ വരുന്ന ഭാഗമാണ് നമ്മുടെ കാറിൻ്റെ ബാക്ക് സൈഡ്. നമുക്ക് ഈ എയറിൻ്റെ പവർ കൊണ്ടാണ് നമ്മുടെ ഈ ഒരു കാർ മൂവ് ആവുന്നത്. അതാണ് ഇതിനെ എയർ എൻജിൻ കാർ എന്ന് ഞാൻ വിളിക്കുന്നത്. ഞാൻ എൻ്റെ കാറിന് ചെറിയൊരു പേരിട്ടു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ വയസ്സൊക്കെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ച് ഒട്ടിക്കുക. അല്ലെങ്കിൽ പ്രൊപ്പല്ലറിൽ തട്ടി കഴിഞ്ഞാൽ പ്രൊപ്പല്ലർ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം സെറ്റാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, വയസ്സൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു. ഇതൊന്ന് ടെസ്റ്റ് അടിച്ച് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ചിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു എയറിൻ്റെ പവർ കൊണ്ടാണ് ആ ഒരു കാർ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാക്കിലോട്ട് എയർ ആ ഒരു ഭൂമിയിലോട്ട് പ്രഷർ കൊടുക്കുന്ന ആ ഒരു പ്രഷറിലാണ് നമ്മുടെ കാർ മൂവ് ആവുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ, ഈ ഒരു എയർ എൻജിൻ വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു കാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു പ്രൊജക്റ്റൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു കാര്യം, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക. നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ ചാനലിലൊന്ന് കയറി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്തും കൂടി വെക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.